പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന പുതുപ്പള്ളി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ എല്ലാവരും വീട്ടിൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു പ്രശ്നം ഉണ്ടായി. കാരണം നമ്മുടെ ഈ ഗ്യാസ് തീരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ വേണ്ടപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തായിരിക്കും ഗ്യാസ് തീരുന്നത്. അപ്പൊ രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടാൻ വേണ്ടി എല്ലാം വൈഫ് അടുക്കള കയറിയ സമയത്താണ് ഗ്യാസ് തീർന്നത്. അപ്പൊ ഞാൻ അന്നേരം തന്നെ ഗ്യാസ് ബുക്ക് ചെയ്തു. എനിക്ക് വണ്ടി സ്കൂട്ടർ ഉള്ളതുകൊണ്ട് ഞാൻ നമ്മുടെ പുതുപ്പള്ളിപ്പള്ളിയുടെ തൊട്ട് സമീപത്ത് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയാണ് ഗ്യാസ് എടുത്തത്. അപ്പം ഞാൻ അന്നേരം ചിന്തിച്ചു, ഈ വാഹനം ഇല്ലാത്തവരെ സംബന്ധിച്ച് ചിലപ്പോൾ ആ റൂട്ടിൽ അന്ന് വന്നില്ലെങ്കിൽ ഈ ഗ്യാസ് എങ്ങനെ എടുക്കും? അതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം നമുക്കിത് ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം പുതുപ്പള്ളിപ്പള്ളിയുടെ അവിടെ ഗ്യാസ് കൊടുത്തുകൊണ്ടിരുന്നത് അത് നിർത്തലാക്കി. അപ്പം പിന്നെ വേറെ ഒരു പോംവഴി എന്ന് പറയുന്നത് പിന്നെ ജിയോ ഫ്ലെയിംസിന്റെ ഓഫീസിൽ പോയി എടുക്കാന്നുള്ള. അപ്പൊ അവിടെ ഓഫീസിൽ ചെന്ന് ഗ്യാസ് എടുത്തപ്പോഴത്തേന് അവിടെയും പ്രശ്നമായി, അതും നിർത്തി. പിന്നെ നമുക്കൊരു പോംവഴിയില്ല. പിന്നെ നമുക്ക് ഇവിടെ വലിയ റൂട്ടിൽ കൊണ്ട് തരുമ്പോഴത്തേന് അന്നേരം മാത്രമേ നമുക്ക് ഗ്യാസ് എടുക്കാൻ പറ്റുന്നുള്ളൂ, നമ്മുടെ ഉപയോഗത്തിന് നമുക്ക് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം ഇങ്ങനെ പെട്ടെന്ന് ചില അന്നേരം അവർ പറയും ഒരെണ്ണം എടുത്തു വെക്കാൻ മേലെ എന്ന് പറയും. അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുറ്റി തന്നെ എടുക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് ഇവർ പറയുന്നത് 2 കുറ്റി എടുത്തു വെച്ചോളാം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ജിയോ ഫ്ലെയിംസിൽ വർഷങ്ങൾക്ക് മുമ്പ് ഗ്യാസ് കൊടുത്തുകൊണ്ടിരുന്നത് ജിയോ ഫ്ലെയിംസിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള നിലയ്ക്കപ്പള്ളിയുടെ സമീപത്തുള്ള ഓഫീസിൽ വെച്ചായിരുന്നു. അപ്പൊ അവിടെ ഡോൺ ബോസ്കോ സ്കൂളിൽ നിന്ന് രാവിലെയും വൈകുന്നേരവും കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി വാഹനങ്ങൾ വരുമ്പോഴത്തേനാണ് അവിടെ ബ്ലോക്ക് ആകുന്നത്. ആ ബ്ലോക്ക് ആകുന്ന ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായതുകൊണ്ടാണ് അവിടുത്തെ അവർ നിർത്തിയത്. അതിനുശേഷം അവര് നിലയ്ക്കപ്പള്ളിയുടെ വാതിക്കൽ ഇട്ടുകൊണ്ട് കൊടുക്കാൻ തുടങ്ങി. അവിടെയും പ്രശ്നമായി. അതിന് ശേഷമാണ് പുതുപ്പള്ളിപ്പള്ളിയുടെ അവിടെ ആയിട്ട് ഗ്യാസ് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പൊ അവിടെ കുറച്ച് ഇടയുള്ള സ്ഥലമാണ്, അവിടെ ഞാനും എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അവിടെ പോലീസ് അധികാരികൾ പറഞ്ഞു അവിടെ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവിടുത്തെ നിർത്തിയത്. അപ്പൊ ഇത് പുതുപ്പള്ളി ജനങ്ങളെ കുറെ വർഷങ്ങളായിട്ട് അവരെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഗ്യാസ് കുറ്റിയായിട്ട് അങ്ങോട്ട് ഓടുക ഇങ്ങോട്ട് ഓടുക, ഇതിനെവിടെയാണെന്നൊരു തീർച്ച തീരുമാനം ഒന്നുമില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഇത് നിർത്തലാക്കി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കവലെ തിരക്കിയപ്പോഴത്തേന് അപ്പൊ നിലയ്ക്കപ്പള്ളിയുടെ അവിടെ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പുതുപ്പള്ളിപ്പള്ളിയുടെ അവിടെയും വണ്ടി നിർത്തി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജിയോ ഫ്ലെയിംസിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേന് അദ്ദേഹം പറഞ്ഞു രാവിലെ അവിടെ ഗ്യാസ് എടുക്കാൻ വരുന്ന ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവരോട് പറയും വണ്ടി അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തന്നെ അവരുടെ കൂട്ടത്തിൽ പൊക്കോളാൻ പറയും, അവർക്ക് അവിടെ നിന്ന് എടുത്തു കൊടുക്കുക. അപ്പൊ നിലയ്ക്കപ്പള്ളിയുടെ വാതിക്കലായിരിക്കും, അവിടെ നിന്ന് എടുക്കും. അതിനുശേഷം പുതുപ്പള്ളിപ്പള്ളിയുടെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ പുതുപ്പള്ളിപ്പള്ളിയുടെ അവിടെ നിന്ന് എടുത്തു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പുതുപ്പള്ളിപ്പള്ളിയുടെ അവിടെ ചെന്ന് അവിടെ കടക്കാരോട് ചോദിച്ചപ്പം ഇവിടെ ഇപ്പം വണ്ടി കൊടുത്തിട്ട് അങ്ങോട്ട് പോയുള്ളൂ പറഞ്ഞു. അപ്പൊ ഇവിടെയും അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിരവധി ഗ്യാസ് ഏജൻസികൾ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്ന പുതുപ്പള്ളി ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ആരും അനുഭവിക്കുന്നില്ല. കാരണം വർക്കിംഗ് സമയത്ത് ഗ്യാസ് കൊടുക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഏജൻസി കൊടുക്കാവുള്ളൂ. ആ വർക്കിംഗ് സമയത്ത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് തരണം. ഇപ്പൊ ഞാനും പറഞ്ഞോടെ നമ്മളിപ്പം ഗ്യാസ് തീർന്നു, അപ്പൊ നമ്മൾ ബുക്ക് ചെയ്തു. ആ സമയത്ത് അന്ന് നമ്മുടെ റൂട്ടിൽ വണ്ടി വരുന്നില്ലെങ്കിൽ നമ്മൾ എവിടെ ചെന്നെടുക്കും? അപ്പൊ ഇങ്ങനെ മറ്റുള്ള എല്ലാ ഏജൻസികൾക്കും ഇങ്ങനെയുള്ള സംവിധാനമുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പൈസ കൂടുതലായിട്ട് മേടിക്കുന്നത് വർഷങ്ങളായിട്ട് പുതുപ്പള്ളിയിൽ നമ്മുടെ ഇന്ന് അനാവശ്യമായിട്ട് പൈസ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ ഓഫീസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഓഫീസിൽ അവിടെ സ്റ്റാഫിനോട് ചോദിച്ചപ്പം പറഞ്ഞ് ഞങ്ങളുടെ അറിവോടുകൂടി അല്ല മേടിക്കുന്നത്. അപ്പം അറിവോടുകൂടി അല്ലെങ്കിലും അവർ ജോലിക്കാര് നമ്മുടെ ഇന്ന് അമിതമായിട്ട് പൈസ ഈടാക്കുന്നത് അതിന് ഇവർക്ക് അറിയത്തില്ലെന്ന് പറയുന്നത് അത് നമ്മളെ വെറും പൊട്ടന്മാരാക്കുന്നതാണ്. അപ്പൊ ഇവരുടെ എല്ലാ അറിവോടുകൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ദയവ് ചെയ്ത് പുതുപ്പള്ളിയിലെ പഞ്ചായത്ത് അധികാരികള് എത്രയും പെട്ടെന്ന് ഈ ജനങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം. കാരണം ഇത് നാളുകളായിട്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, പുതുപ്പള്ളിപ്പള്ളിയുടെ അങ്ങോട്ട് ഓടുന്നു, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതിന് സ്ഥിരമായിട്ടൊരു തീരുമാനം പഞ്ചായത്ത് അധികാരികളുടെ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇവരുടെ ഗ്യാസിന്റെ ഇത് കട്ട് ചെയ്ത് പോട്ടെ, അല്ലെ ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് എന്തിനാ ഉണ്ടാക്കുന്നത്? കാരണം ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാ പിന്നെ ഇങ്ങനെ ഒരു ഏജൻസി?